ലാൽക്കിനെ എപ്പോൾ മുതലാണ് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തത്? സോളിഡ്സ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നത്? പിന്നെ അതുപോലെ സോളിഡ്സ് കൊടുക്കുന്നത് ഏതൊക്കെ ടൈമിലായിരുന്നു? എത്ര ടൈമിൽ വെച്ച് കൊടുത്തിരുന്നു? എന്തൊക്കെ ഫുഡാണ് കൊടുത്തിരുന്നത്? ഇതാണ് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ലാൽക്ക് ജനിച്ച ടൈമിൽ ബർത്ത് വെയിറ്റ് കുറവായിരുന്നു, കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. 2.3 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ മന്തിലും വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ഗ്രാജുവലി കൂടി കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 6 മന്ത് ഒക്കെ ആയപ്പോൾ നോർമൽ വെയിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ 4-5 മന്ത്സ് ഒക്കെ ആയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല, നോർമൽ വെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സോളിഡ്സ് ഒക്കെ 6 മന്ത് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ 6 മന്ത് കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു 10 ഡേയ്സ് മുന്നേ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കറക്റ്റ് 6 മന്ത് കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൊടുത്തിരുന്നത് രാഗി പിന്നെ അതുപോലെ കായപ്പൊടിയൊക്കെയാണ്. ഏത് ഫുഡ് കൊടുക്കുമ്പോഴും ഫസ്റ്റ് ഒരു 3 ഡേയ്സ് അതന്നെ കൊടുത്തുകൊണ്ട് നോക്കുക. ഡൈജസ്റ്റീവ് പ്രോബ്ലംസോ അതിനോട് വേറെ റിയാക്ഷൻസോ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വേറെ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആദ്യം ഒറ്റ നേരമാണ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 15-20 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് 2 ടൈംസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സ്പൂണ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ഫസ്റ്റ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഒരു ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചെയ്യുന്ന കുട്ടികൾക്ക് പാല് മാത്രം കുടിച്ചിട്ട് പെട്ടെന്ന് നല്ല കട്ടിയുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വരും. പിന്നെ അതുപോലെ അവർക്ക് ഫുഡ് സ്വാലോ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ട് വരും. അപ്പോൾ എപ്പോഴും ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫസ്റ്റ് ഒരു നേരം കൊടുത്ത ഫുഡ് പിന്നെ 2 നേരം ആക്കുക. പിന്നെ അത് ആക്കുമ്പോഴും രണ്ടാമത്തെ നേരം കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ഫുഡ് കൊടുക്കരുത്. മീൻസ് ഇപ്പോൾ ആദ്യം കായപ്പൊടിയോ കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ രാഗി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രാഗി മോർണിംഗ് കൊടുക്കുക. കാരണം ഒരു ഫുഡിനോടും റിയാക്ഷൻസ് ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ മോർണിംഗ് തന്നെ കൊടുക്കണം. രാത്രി ആകുമ്പോൾ അത് കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പോൾ മോർണിംഗ് തന്നെ പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ഒരു 7th മന്ത് ഒക്കെ ആയപ്പോൾ ഫ്രൂട്ട്സ് കൊടുക്കാൻ തുടങ്ങി. ഫ്രൂട്ട്സ് ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിലും അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഫ്രൂട്ട് നിപ്ലറിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രൂട്ട് നിപ്ലറിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ അത് പക്ഷേ ഒരു റോങ് ഡിസിഷനാണ്. നമ്മൾ ഫ്രൂട്ട് നിപ്ലർ ബേബീസിന് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഫ്രൂട്ട് നിപ്ലർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് നഷ്ടമാവും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫ്രൂട്ട്സ് ഡയറക്റ്റ് അതിൻ്റെ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആപ്പിള് പിന്നെ അതുപോലെ പൊട്ടാറ്റോസ് പിന്നെ ക്യാരറ്റൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ബോയിൽ ചെയ്തിട്ട് സ്മാഷ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. പിന്നെ എന്ത് കൊടുക്കുമ്പോഴും ഇതുപോലെ തന്നെ 3 ഡേയ്സ് കൊടുത്ത് നോക്കുക. അലർജറ്റിക് അല്ല എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ലായ്ക്കിന് ഒരു 7th മന്ത് പകുതിയൊക്കെ ആയപ്പോൾ നവരരി കൊടുത്തിട്ടുണ്ടായിരുന്നു. നവര അരി വാങ്ങിയിട്ട് അത് കുതിർത്തി ഉണക്കി പൊടിച്ച് വറുത്തിട്ടൊക്കെയാണ് അത് കൊടുക്കുക. അത് നല്ലതാണ്. അത് ഇതുപോലെ തന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കുറുക്കി കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ലായ്ക്കിന് ഒരു 9th മന്ത് വരെ ആഡഡ് ഷുഗേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടെങ്കില്ല. പിന്നെ ലായ്ക്കിന് ചെറുതായിട്ടൊരു മോഷൻ്റെ പ്രോബ്ലം വന്നപ്പോൾ പീഡിയാട്രീഷ്യൻ പറഞ്ഞു ഇനി മുതൽ കുറച്ച് പനങ്കൽക്കണ്ടം ആഡ് ചെയ്യാൻ. അപ്പോൾ അത് ശരിയാവും. പിന്നെ പുതിയ ഫുഡ് കഴിക്കുമ്പോൾ ഡൈജഷന് പ്രോബ്ലം വരികയാണ്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ കുറച്ച് മുസംബി ജ്യൂസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ അത് ശരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗീ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ലായ്ക്കിന് അതിൻ്റെ ടേസ്റ്റ് പറ്റാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാറില്ല. വല്ലപ്പോഴൊക്കെ ഒന്ന് ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ഏലക്കൻ്റെ ചെറുതായിട്ടൊരു അതിൻ്റെ ഒന്നിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുരുവൊക്കെ എടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്, ഒരു ടേസ്റ്റ് ഇടയ്ക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ 8th മന്ത് ആയപ്പോൾ എഗ്ഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് എഗ്ഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എഗ്ഗിൻ്റെ കൊടുക്കുക എഗ്ഗ് യോക്കാണ്. എഗ്ഗിൻ്റെ വയറ്റിൽ എന്തൊക്കെ ബാക്ടീരിയാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആദ്യം അലർജറ്റിക് അല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് യോക്ക് കൊടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എഗ്ഗ് കുറേ കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എഗ്ഗ് കൊടുക്കുമ്പോൾ വല്ലാതെ കഴിക്കാത്തതുകൊണ്ട് പിന്നെ വല്ലാതെ നിർബന്ധിച്ചില്ല. പിന്നെ എനിക്ക് എഗ്ഗ് നല്ല പ്രോട്ടീൻ കണ്ടൻ്റൊക്കെ ഉള്ള ഫുഡാകൊണ്ട് കൊടുക്കാമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ കഴിക്കണില്ല. അപ്പോൾ പിന്നെ വല്ലാതെ നിർബന്ധിച്ചിരുന്നില്ല. എപ്പോഴും മക്കളെ ഫുഡ് കഴിക്കുമ്പോൾ ചില ദിവസം അവർക്ക് ഫുഡ് കഴിക്കാൻ തീരെ മൂഡില്ലാത്തപ്പോൾ നിർബന്ധിക്കാനോ ഫോഴ്സ് ചെയ്ത് കൊടുക്കാനോ പാടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ ഹെൽത്ത് കണ്ടീഷൻ ചിലപ്പോൾ മോശമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്തിന് ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നില്ലല്ലോ. അപ്പോൾ അവർക്കത് പറയാനോ പ്രകടിപ്പിക്കാനോ
കൊടുക്കാനോ കഴിയൂല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ ഫീഡിങ് ചെയ്യുക. അവർക്ക് പാലാണ് കുടിക്കാൻ അങ്ങനെ പാൽ കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ലൈക്കിന് എന്ത് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നല്ലപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 10th month ഒക്കെ ആയപ്പോൾ അവക്കാഡോസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവക്കാഡോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കാറുമുണ്ട്. പിന്നെ ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചോറ് കൊടുക്കാൻ ഒരു 10th month ഒക്കെ ആയപ്പോൾ മുതൽ ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോറ് കൊടുക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ചിക്കനും ഫിഷും ഒക്കെ കൊടുക്കുക 10th month മുതലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം കൊടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഫിഷൊന്നും അത്ര നല്ലതല്ലാത്തത് കൊണ്ട് വല്ലാതെ അങ്ങോട്ട് കൊടുക്കാറില്ല. എന്നാലും നല്ല ഫിഷൊക്കെ കിട്ടുമ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ സോൾട്ട് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മിനിമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, അതാവും ബെറ്റർ. പിന്നെ രാഗി, നവരരി, കായപ്പൊടിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും. ഇനി അറിയാത്തപോലെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ രാഗി ആണെങ്കിൽ രാഗി വാങ്ങിയിട്ട് അത് കഴുകിയിട്ട് കുതിർത്തിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക. ആ ഫിൽറ്റർ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അത് വരുന്നത് ഉണക്കിയിട്ട് അത് പൊടിച്ചിട്ടാണ് യൂസ് ചെയ്യുക. കായപ്പൊടി ആണെന്നുണ്ടെങ്കിൽ നോർമൽ പച്ചക്കായ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് മഞ്ഞൾ വെള്ളത്തിൽ കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ അത് ഉണക്കാൻ വെക്കുക. അത് നല്ലപോലെ ഉണങ്ങി വരുമ്പോൾ അത് പൊടിച്ചെടുക്കുക. പിന്നെ നവരരി ആണെന്നുണ്ടെങ്കിൽ നവരരി വാങ്ങിയിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് അത് കുതിർത്തിയിട്ട് അത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് കുതിർന്നിട്ട് തന്നെ അത് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. ആ പൊടി പിന്നെ വറുത്തിട്ടാണ് യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഈ പൗഡറൊക്കെ ഉണ്ടാക്കിയതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ ലൈക്കിന് ഇനി വേറെ ഫുഡൊക്കെ കൊടുക്കാറുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്യേണ്ടത്. ഇൻഷാല്ല ബേസിക്കായിട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതൊക്കെ. ബേസിക്കായിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടാവും. ഞാനതിൽ എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ ഞാനിങ്ങനെ പീഡിയാട്രീഷ്യൻ്റെ അടുത്തോ ഡയറ്റീഷ്യൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്. ആ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.